നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് അയവില്ലെന്നു സൂചന. കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ ലക്ഷ്യം കാണുന്നില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാതെ ഇസ്രായേലും ഹമാസും എന്ന വാർത്തകളാണ് ഇപ്പോൾ കെയ്റോയിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നും ഖത്തറും അമേരിക്കയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതേസമയം ഖാൻ യൂനിസ് അടക്കമുള്ള ഗാസയുടെ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറിയ ഇടങ്ങളിലൊക്കെ തന്നെ മനുഷ്യ കൂട്ടക്കുരുതി നടന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവശേഷിക്കുന്നതെന്ന് പാലസ്തീനിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 4 മാസക്കാലം നീണ്ട യുദ്ധത്തിനൊടുവിൽ മനുഷ്യർക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു നഗരത്തെ ആക്കിയാണ് ഇസ്രായേലി സൈന്യം പിന്മാറുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണുള്ളത്. ഉയർന്ന കെട്ടിടങ്ങളും ചെറിയ കെട്ടിടങ്ങളും എല്ലാം ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തി കഴിഞ്ഞിരിക്കുന്നു. റോഡുകൾ പോലുമില്ലാത്ത നഗരങ്ങൾ, താമസത്തിന് ഒരു തരത്തിലും സാഹചര്യമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യം പിന്മാറിയെങ്കിലും ഗാസയുടെ ഒരു പ്രദേശങ്ങളിലും വാസയോഗ്യമല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പാലസ്തീനികൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ ഇനി മാസങ്ങളും വർഷങ്ങളും പണിയെടുക്കേണ്ടി വരുമെന്ന സാഹചര്യമാണുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ നിന്ന് 3 ബ്രിഗേഡുകൾ, ഇസ്രായേലി സേനയുടെ 3 ബ്രിഗേഡുകൾ പിന്മാറിയത്. ഇത് താൽക്കാലികമായ പിന്മാറ്റമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതേസമയം റഫയിലേക്കുള്ള സൈനിക നീക്കത്തിനുള്ള മുന്നോടിയായുള്ള നടപടിയെന്നാണ് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ റഫയിലേക്ക് ഉടൻ സൈനിക നീക്കമില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കുകയാണ്. എന്തായാലും ആശങ്കയിലാണ് ലോകം. ഒരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നിരന്തരമായി പറഞ്ഞ ഇസ്രായേലിൻ്റെ പൊടുന്നനെയുള്ള തീരുമാനം കൂടുതൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. റഫയെ ആക്രമിക്കാതെ ഇസ്രായേൽ പിന്മാറില്ലെന്ന് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും കരുതുന്നത്. പക്ഷേ റഫയിൽ റഫയിൽ തിങ്ങിപ്പാർക്കുന്ന 16 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ, അവരുടെ കാര്യത്തിലാണ് അമേരിക്കയ്ക്കും ഖത്തറിനുമുള്ള വലിയ ആശങ്ക. ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം റഫയിലേക്ക് ഉണ്ടായാൽ ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികൾ മരണപ്പെട്ടേക്കാം. ചരിത്രം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്കായിരിക്കും റഫ വേദിയാവുക. അതുകൊണ്ടാണ് പലപ്പോഴും അമേരിക്ക പോലും താക്കീതിൻ്റെ സ്വരത്തിൽ ഇസ്രായേലിനോട് റഫയിലേക്കുള്ള ആക്രമണം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഒരു താൽക്കാലിക പിന്മാറ്റം ഗാസയിൽ നിന്നും ഇസ്രായേൽ നടത്തിയത്? അതിന് ചില കാരണങ്ങളുണ്ടെന്ന് ഇസ്രായേലി സൈന്യം തന്നെ വ്യക്തമാക്കുന്നു. ഖാൻ യൂനിസോ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലോ ഖാൻ യൂനിസിലോ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രദേശങ്ങളിലോ ഇനി ഹമാസിൻ്റെ ഭീകരവാദികൾ അവശേഷിക്കുന്നില്ല. ബങ്കറുകളൊക്കെ തന്നെ തച്ചു തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. കനത്ത ബോംബിങ്ങിലൂടെ ഒരു കെട്ടിടവും അവിടെ അവശേഷിപ്പിക്കാതെ എല്ലാത്തിനെയും തരിപ്പണമാക്കി. ഇനി അഭയാർത്ഥികളായി കഴിയുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ അവശേഷിക്കുന്നത്. റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറുകളിൽ അവർ ഒളിവിൽ കഴിയുകയാണ്. അഭയാർത്ഥികൾക്കിടയിൽ വേഷപ്രച്ഛന്നരായി അവർ ഒളിവിൽ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ആക്രമണം മാത്രമാണ് ഹമാസിനെ പൂർണ്ണമായും തീർക്കാനുള്ള ഒരു ഓപ്പറേഷൻ. അതേസമയം ഇനി ഖാൻ യൂനിസിലോ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലോ ഇസ്രായേലി സൈന്യം തമ്പടിച്ചിട്ട് കാര്യമില്ല. അതുമാത്രവുമല്ല, 6 മാസക്കാലം നീണ്ട യുദ്ധമാണ്. 6 മാസക്കാലം നീണ്ട യുദ്ധം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി സേനയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു പിന്മാറ്റം, അതാണ് ഇസ്രായേലി സേന ആഗ്രഹിക്കുന്നത്. അതുമാത്രവുമല്ല, ഇസ്രായേൽ സേനയുടെ പിന്മാറ്റത്തിന് പിന്നിൽ വളരെ കൃത്യമായ തന്ത്രമുണ്ടെന്ന് ഹമാസും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളും ആശങ്കപ്പെടുന്നുമുണ്ട്. കാരണം ഇസ്രായേലിനെ അത്രത്തോളം വില കുറച്ച് കാണാൻ കഴിയില്ല. ഇസ്രായേലിൻ്റെ സൈനിക ശേഷി എന്നത് ആരെയും അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ ഇസ്രായേൽ താൽക്കാലികമായി പിന്മാറുന്നത് രണ്ടും കൽപ്പിച്ചുള്ള ശക്തമായൊരു തിരിച്ചുവരവിന് വേണ്ടിയാണ്. ആ തിരിച്ചുവരവിൽ റഫയെ താറുമാറാക്കാൻ ആയിരിക്കും ഇസ്രായേൽ സേനയുടെ നീക്കം. അതിനു മുൻപ് ഏതു വിധേനയും ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയും ഖത്തറും അടക്കമുള്ള ഇടനിലക്കാരായ രാജ്യങ്ങൾ. അതേസമയം വെടിനിർത്തൽ കരാറിനോട് ഇതുവരെ അനുകൂലമായൊരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ കെയ്റോയിൽ നടക്കുന്ന ചർച്ചകളിൽ സജീവമായി ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെയും
ഹമാസിൻ്റെ പ്രതികൂലമായ നിലപാടുകൾ, ഹമാസ് ഒരു തരത്തിലും ഒരു സമവായ ചർച്ചയെ അംഗീകരിക്കുന്ന രീതിയിലല്ല പലപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് ഉറപ്പ് നൽകുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിന് ഹമാസ് തയ്യാറെടുക്കുന്നില്ല. ഹമാസ് കുറേ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ നിബന്ധനകൾ ഇസ്രായേൽ അംഗീകരിച്ച് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടണം. ഇത് സാധ്യമല്ലെന്നാണ് ഇസ്രായേലും പറയുന്നത്. അങ്ങനെ ഹമാസ് എന്ന ഭീകരവാദികളുടെ തെട്ടൂരത്തിന് വഴങ്ങി ഈ കരാറിൽ ഏർപ്പെടേണ്ട കാര്യം ഇസ്രായേലിനില്ല. യുദ്ധം എത്ര മാസം നീണ്ടാലും അത്രയും കാലം യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് താല്പര്യമുണ്ട്. ഇസ്രായേൽ അത് സജ്ജമാണ്. അല്ലെങ്കിൽ റഫയിലേക്ക് ഒരു ആക്രമണം നടത്തി മുഴുവൻ ഹമാസിൻ്റെ ഭീകരവാദികളെയും കൊന്നൊടുക്കാനുള്ള സൈനിക ശേഷിയും ഇസ്രായേലിനുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. എന്നാൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്, ആ യുദ്ധം ഒഴിവാക്കുക, ഒരു കൂട്ടക്കുരുതി ഒഴിവാക്കുക എന്നുള്ളതാണ് അമേരിക്കയും ഖത്തറും അടക്കം നടത്തുന്ന പരിശ്രമങ്ങളുടെ ലക്ഷ്യം. അതിന് മുന്നോടിയായി ഹമാസിന് കൃത്യമായ ഒരു നിർദ്ദേശം ഖത്തർ നൽകിയിരുന്നു. അനാവശ്യമായി വിവാദങ്ങളിലേക്ക് പോകരുത്, വെടിനിർത്തൽ കരാറിനെ ലംഘിക്കരുത്, വെടിനിർത്തൽ കരാർ സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. അല്ലാത്ത പക്ഷം ഖത്തറിൽ അഭയാർത്ഥികളായി കഴിയുന്ന, രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന മുഴുവൻ ഹമാസിൻ്റെ ഭീകരവാദികളെയും ഉടനടി പുറത്താക്കും. ഇത് ഖത്തറിൻ്റെ മുന്നറിയിപ്പായിരുന്നു. അതിനിടെ യുദ്ധം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്നുള്ള വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ രീതിയിൽ റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ രാത്രി ഇസ്രായേൽ നടത്തിയത്. അതിൽ കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ അലി അഹമ്മദ് ഹുസൈൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയിൽ അംഗമായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ ആദ്യമായി ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയിൽ അംഗമായിരുന്നു അബു അലി അഹമ്മദ് ഹുസൈൻ. പ്രധാനപ്പെട്ട പല ഹിസ്ബുള്ള കമാൻഡർമാരും കഴിഞ്ഞ 2 മാസത്തിനിടെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത്. റോക്കറ്റ് ആക്രമണത്തിൽ പല കെട്ടിടങ്ങളും തകർന്നു വീഴ്ന്നിരിക്കുന്നു. കനത്ത ആൾനാശവും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാക്കാൻ ഈ ആക്രമണത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനിടെ ആശ്വാസകരമായ വാർത്ത വരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ ആദ്യമായി ഒരു ദിവസം 300ഓളം ട്രക്കുകൾ ഗാസയിലേക്ക് ഇസ്രായേലി സേന കടത്തിവിട്ടിരിക്കുന്നു. ഭക്ഷ്യക്ഷാമം മൂലം കഷ്ടത അനുഭവിക്കുകയാണ് ഗാസയിലെ ജനത. ആ ഗാസയിലെ ജനതയ്ക്ക് ആശ്വാസമായി വെള്ളവും ഭക്ഷ്യധാന്യങ്ങളും അടക്കമുള്ള, കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളും അടക്കമുള്ള ട്രക്കുകൾ നിരന്തരമായി ഇപ്പോൾ ഗാസയിലേക്ക് കടത്തിവിടുകയാണ് ഇസ്രായേലി സേന. യുദ്ധത്തിൻ്റെ ഒരു അവസാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. കെയ്റോ സമാധാന ചർച്ചകളുടെ പുരോഗതിയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാകുമോ എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതേസമയം വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇസ്രായേലിന് നൽകിയ ഉറച്ച പിന്തുണയ്ക്ക് ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച ഇസ്രായേൽ. ഹമാസ് ഭീകരാക്രമണത്തെ അതിജീവിച്ച ഇസ്രായേൽ പൗരൻ മോറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം 6 മാസം പിന്നിടുമ്പോഴും ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നുവെന്നും മോറോൻ പറയുന്നു. പ്രതികൂല സമയത്തും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് പ്രതിഫലിക്കുന്നതെന്നും മോറാൻ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന് നേരെ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായത് മുതൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത നിലപാട് വളരെ ശക്തമായിരുന്നുവെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നൗർ ഗിലോണും പറഞ്ഞിരുന്നു. തുടക്കം മുതൽ ഇന്ത്യ എടുത്ത നിലപാട് ശ്രദ്ധേയമായിരുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള നിലപാടാണ് എല്ലാ കാലത്തും ഇന്ത്യ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെതിരെ ഇന്ത്യ നിലപാട് സ്വീകരിച്ചതും ഇസ്രായേലിനെ ഇന്ത്യ പിന്തുണച്ചതും. അതിൽ രാജ്യത്തെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ എതിരഭിപ്രായം പ്രകടിപ്പിച്ചുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും ഒറ്റക്കെട്ടായി ഇസ്രായേലിനൊപ്പം നിന്നു. സൈനികമായും സാമ്പത്തികമായും ഏത് വിധേനയും ഇസ്രായേലിനെ സംരക്ഷിക്കാമെന്ന ഉറപ്പ് നൽകി. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഭീകരതയ്ക്കെതിരാണ് എന്ന് പലവട്ടം ആവർത്തിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേലിലെ പൗരന്മാരും ഇപ്പോൾ ഇന്ത്യക്ക് നന്ദി അറിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.